Elated ഹോമിലേക്ക് സ്വാഗതം. ചാമ്പങ്ങ തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചാമ്പങ്ങ, തേങ്ങ ചിരകിയത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവോള. ആദ്യം നമ്മൾ ചാമ്പങ്ങ നന്നായി അരിഞ്ഞെടുത്ത് അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കുവാണ്. അത് ചാമ്പങ്ങയുടെ പുളിയൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുവാണ്. അതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് ഇളക്കിയെടുക്കുന്നു. നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ചുള വെളുത്തുള്ളിയും അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എരിവ് ആവശ്യം എന്തോരമാണോ അതിനനുസരിച്ച് നമുക്ക് പച്ചമുളക് എടുക്കാം. അപ്പൊ പച്ചമുളക് അരിഞ്ഞത് കൂടി സവോള വഴറ്റുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അല്പം ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റ് വരണം. ചാമ്പങ്ങയുടെ ഒരു സീസണാണ്. ലോക്ക്ഡൗൺ ഒക്കെ ആയിക്കൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അല്ലെങ്കിൽ ഒരു ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് ചാമ്പങ്ങ തോരൻ. നമ്മുടെ വീട്ടുമുറ്റത്തെ പച്ചക്കറികളിൽ നിന്ന് തന്നെ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു കറിയാണ്. അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചാമ്പങ്ങ അരിഞ്ഞു വെച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ചാമ്പങ്ങ അധികം മൂക്കാത്തൊരു ചാമ്പങ്ങയാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു മുറി തേങ്ങ ചിരകിയത് കൂടി ആഡ് ചെയ്യുവാണ്. നന്നായിട്ടത് ഇളക്കി കൊടുക്കണം. നന്ന് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് യോജിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ചിരകിയതും കൂടി ആഡ് ചെയ്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചാമ്പങ്ങയിൽ വെള്ളം ആവശ്യത്തിന് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി അല്പം മഞ്ഞൾപ്പൊടി കൂടി തൂവി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ ചാമ്പങ്ങ തോരൻ റെഡിയായി. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.